നമസ്കാരം. ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരിചന്ദന മഠം RJ അയ്യർ. ഇന്ന് വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഗണപതി ഭഗവാന് ഏറെ പ്രിയങ്കരമായ ഒരു ദിനമാണല്ലോ വിനായക ചതുർത്ഥി. ഗണപതി ഭഗവാന്റെ പിറന്നാൾ കൂടിയാണിത്. ഈ ദിവസം യഥാവിധി ഗണപതി ഭഗവാനെ പൂജിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ അഭീഷ്ടങ്ങളെല്ലാം സാധിക്കുന്നതാണ്. അത്രയേറെ മികവുറ്റതായ ഈ ദിനത്തിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് നാം ക്ഷേത്രങ്ങളിൽ നടത്തുന്ന വഴിപാടുകൾക്ക് ഇരട്ടിയിലധികം ഫലം കിട്ടുന്നതാണ്. അപ്പോൾ വിനായക ചതുർത്ഥി ദിവസം ഗണപതി ഭഗവാന് പ്രധാനമായും ചെയ്യേണ്ടുന്ന വഴിപാടുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കാൻ പോകുന്നത്. അപ്പോൾ വിനായക ചതുർത്ഥി വ്രതവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വഴിപാടുകൾ ക്ഷേത്രത്തിൽ പ്രധാനമായും കഴിക്കണം എന്നുള്ളതാണ് നാം നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും വിനായക ചതുർത്ഥി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് വിനായക ചതുർത്ഥിയും ആയിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന മഹാഗണപതി ഹോമം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ജഗന്മോഹന ഗണപതി ഹോമം, ഹരിദ്രാ ഗണപതി ഹോമം എന്നിങ്ങനെ വിവിധ ഭാവങ്ങളിൽ ഗണപതി ഹോമം നടത്തി വരാറുണ്ട്. അതിൽ പ്രധാനമായും ക്ഷേത്രങ്ങളിൽ മഹാഗണപതി ഹോമം കഴിപ്പിക്കുകയും ഗണപതി ഭഗവാന്റെ വിവിധങ്ങളായ ഭാവങ്ങളിൽ പൂജിച്ച് അതിന് ആവശ്യമായ നിവേദ്യങ്ങളൊക്കെ അർപ്പിക്കുക തുടങ്ങിയവയൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ പലതരത്തിലുള്ള ഗണപതി ഹോമം ഉണ്ട് എന്ന് പറഞ്ഞു. അത് സ്വാഭാവികമായിട്ട് അത് എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ക്ഷിപ്ര ഗണപതി ഹോമം എന്ന് പറയുന്നൊരു ഹോമമുണ്ട്. അത് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ക്ഷിപ്ര ഗണപതി ഹോമം നടത്തുക. മഹാഗണപതി ഹോമത്തിങ്കിൽ ക്ഷിപ്ര ഗണപതി മന്ത്രത്താൽ ലഡ്ഡു, ഗണപതിക്കൂട്ട് ഇവ ഹോമിച്ച് നമുക്ക് ഇത് ഉദ്ദിഷ്ട ഫലസിദ്ധിയെ കൊണ്ടുവരാവുന്നതാണ്. കർമ്മപുഷ്ടിക്കും ഭാഗ്യവർദ്ധനവിനും വേണ്ടിയിട്ട് ബാലഗണപതി ഹോമം കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. സന്താന ദുരിതം അനുഭവിക്കുന്നത്, സന്താനങ്ങൾക്ക് ക്ലേശങ്ങൾ എന്നും ഉണ്ടായിക്കൊണ്ടുവരുന്നത്, സന്താനം ഉണ്ടാകാതിരിക്കുക അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായി വരുന്നവർക്ക് ബാലഗണപതി ഹോമം കഴിപ്പിക്കുന്നത് ഏറെ ഉത്തമമാണ്. ദാമ്പത്യ ഭദ്രതയും വശ്യശക്തിയും വർദ്ധിച്ചു വരുന്നതിന് ചെങ്കണപതി ഹോമം കഴിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. ചെങ്കണപതി ഹോമം കഴിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ മഹാഗണപതി ഹോമത്തെങ്കിലും ചെങ്കണപതി മന്ത്രം കൊണ്ട് ഹോമിച്ചാലും മതിയാകും. ചെങ്കണപതി ഹോമം കഴിപ്പിക്കുമ്പോൾ അതീവ വശ്യശക്തി ആവശ്യമുള്ളവർക്ക് താമരപ്പൂവിതളിൽ പഞ്ചാമൃതം നിറച്ച് 108 തവണ ചെങ്കണപതി മന്ത്രത്താൽ ഹോമിക്കുന്നത് ഏറെ ഉത്തമമാണ്. അതുപോലെ തന്നെ ലക്ഷ്മി വിനായക ഗണപതി ഹോമം എന്ന് പറയുന്നൊരു ഗണപതി ഹോമമുണ്ട്. ചിലപ്പോൾ ചിലയിടങ്ങളിൽ പൂജയായിട്ടാണ് നടത്തുന്നത്. ധനസമൃദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഗണപതി ഹോമമാണ്. പിന്നെ സിദ്ധിവിനായക ഗണപതി ഹോമം എന്ന് പറയുന്ന ഹോമമുണ്ട്. അത് മഹാഗണപതി ഹോമത്തെങ്കിൽ തന്നെയാണ് പൊതുവിൽ ഇത് ചെയ്യുന്നത്. ഇതേ മന്ത്രം കൊണ്ട് ഹോമിക്കുകയാണ് അവിടെ ഉണ്ടാവുക. വിനായക ചതുർത്ഥി ദിവസം ഗണപതി ഹോമത്തിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് നാളികേരം ഉടയ്ക്കൽ. 1, 3, 5, 7, 9, 21 എന്നിങ്ങനെ രീതിയിലുള്ള നാളികേരം ഉടയ്ക്കാറുണ്ട്. 108, 1008 അങ്ങനെ യഥേഷ്ടം നാളികേരം ഉടയ്ക്കാവുന്നതാണ്. നമ്മുടെ കർമ്മവിഘ്നങ്ങൾ ഒഴിഞ്ഞു പോകാൻ ഏറെ ഉത്തമമായിട്ടുള്ള ഒരു രീതിയാണിത്. നാളികേരം ഉടയ്ക്കുമ്പോൾ ഗണപതി ഭഗവാനെ ഒരു വലം വെച്ച് ഓം ഗം ഗണപതയെ സർവവിഘ്നോപശാന്തയേത് എന്ന മന്ത്രത്താൽ ജപിച്ച് ഉടയ്ക്കുന്നതാണ് ഏറെ ഉത്തമം. ഈ ദിവസം ഗണപതി ഭഗവാന് മുഖക്കാപ്പ് നടത്തുന്നത് വിദ്യയിലുള്ള തടസ്സങ്ങൾ, വിദ്യാപുരോഗതി, കുടുംബത്തിലുണ്ടാകുന്ന മറ്റ് അസ്വാരസ്യങ്ങളൊക്കെ ഒഴിഞ്ഞു പോകാൻ ഏറെ ഉത്തമമാണ്. കർഗമാല ഈ ദിവസം ഗണപതി ഭഗവാന് ചാർത്തുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പല വിധത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടാൻ ഏറെ ഉത്തമമാണ്. കർഗമാല ചാർത്തുമ്പോൾ എന്തായാലും ഗണപതി ഭഗവാന്റെ അരയോളം നീളത്തിലുള്ള ഒരു കർഗമാല തന്നെ ചാർത്താൻ ശ്രമിക്കണം. കഴുത്തിന് ചുറ്റുമായിട്ട് നിലനിൽക്കുന്ന തരത്തിൽ കെട്ടാതെ കുറച്ച് താഴ്ത്തി വലിയൊരു കർഗമാല തന്നെ സമർപ്പിക്കുന്നതാണ് ഏറെ ഉത്തമം. കർഗനാരങ്ങമാല എന്ന് പറയുന്ന മറ്റൊരു വഴിപാടുണ്ട്. ഈ കർഗനാരങ്ങമാല പലവിധ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, തടസ്സങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമെങ്കിലും വിനായക ചതുർത്ഥി ദിവസം ഇത് തൊഴിലിലുണ്ടാകുന്ന അടിക്കടി ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറ്റാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. 28 നാരങ്ങ കോർക്കുകയും ഓരോ നാരങ്ങയ്ക്കിടയിലും കറുകപ്പുല്ല് ഓം ഗം ഗണപതയെ സർവവിഘ്നോപശാന്തയേത് എന്ന മന്ത്രത്തെ ജപിച്ചു കെട്ടി ചാർത്തുന്ന രീതിയാണിത്. ജപിച്ചു കെട്ടി നമ്മൾ അവിടെ നടയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അവിടുത്തെ മേൽശാന്തി ചാർത്തി തരുന്നതാണ്. അപ്പോൾ ഇത്
28 നാരങ്ങ വെച്ചാണ് പൊതുവിൽ ചെയ്യുന്നത്. പിന്നെ 48 നാരങ്ങ, 108 നാരങ്ങ, ഇങ്ങനെയുള്ള രീതിയിൽ ഇത് ചെയ്യാറുണ്ട്. ഇനി തെച്ചി നാരങ്ങ മാല എന്ന് പറയുന്നുണ്ട്. അതായത് തെച്ചിപ്പൂക്കൾ എടുത്ത് അതിൻ്റെ അകത്തെ ചെറിയ നാരുകളില്ലേ അതെടുത്ത് കളഞ്ഞിട്ട് ഈ കറുകനാരങ്ങ കെട്ടിയതുപോലെ തന്നെ ഓരോ നാരങ്ങയ്ക്കിടയിലും തെച്ചിപ്പൂക്കൾ വെച്ച് കെട്ടും. എന്നിട്ട് ഓം ഗം ഗണപതയെ സർവവിഘ്നോപശാന്തയേത് എന്നുള്ള മന്ത്രമാണ് ഇതിന് ജപിക്കുന്നത്. ഇങ്ങനെ ഓരോ നാരങ്ങയ്ക്കിടയിലും കുറച്ച് തെച്ചിപ്പൂക്കൾ വെച്ച് കെട്ടിക്കോണം കേട്ടോ. അങ്ങനെ കെട്ടി 28 നാരങ്ങ കോർത്ത് ഗണപതി ഭഗവാന് സമർപ്പിക്കണം. ഇത് മംഗല്യകാര്യങ്ങൾക്ക്, മംഗല്യത്തിന് തടസ്സം വന്നുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ ഉത്തമമാണ്. മാത്രമല്ല അനുരാഗം, നമ്മുടെ പ്രണയം സക്സസ് ആയി മാറാനൊക്കെ വളരെ ഉചിതമായിട്ടുള്ള കാര്യമാണിത് കേട്ടോ. ഈ മംഗല്യ തടസ്സത്തിന് മറ്റൊരു വഴിപാട് വിനായക ചതുർത്ഥി ദിവസം ചെയ്യാറുണ്ട്. അതാണ് കദളിപ്പഴമാല എന്ന് പറയുന്നത്. കദളിപ്പഴം 28 കോർത്ത് അല്ലെങ്കിൽ കദളിപ്പഴത്തിൻ്റെ ചുവട് കെട്ടി നമുക്ക് മാലയായിട്ട് സമർപ്പിക്കുന്ന പഴമാല എന്ന് പറയും. ഈ പഴമാല സമർപ്പിച്ചാൽ ഈ മംഗല്യപരമായിട്ടുള്ള തടസ്സങ്ങൾക്ക് വളരെ ഭേദം ഉണ്ടായി വരും. മംഗല്യ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് കേട്ടോ. ദശപുഷ്പമാല വിനായക ചതുർത്ഥി ദിവസം ചാർത്തുന്നത് വളരെ ഉത്തമമാണ്. അന്ന് നമ്മളത് ചാർത്തുന്നത് നമ്മുടെ ആഗ്രഹ സാഫല്യമല്ല, ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ ഏറെ ഉത്തമമായിട്ടുള്ളതാണ്. ഗണപതി ഭഗവാന് ഏറെ ഇഷ്ടമുള്ള ഒരു വഴിപാടാണ് ഉണ്ണിയപ്പ വഴിപാട്. അത് വിനായക ചതുർത്ഥി ദിവസം നടത്തുന്ന പറയുന്നത് നമ്മൾ എന്തെങ്കിലും വസ്തുക്കൾ മേടിക്കാനും വിൽക്കാനൊക്കെ ശ്രമിച്ചിട്ട് അത് നടക്കായിക ഉണ്ടായി വരിക, അങ്ങനെ ഒരു ദ്രവ്യത്തിന്മേൽ അല്ലെങ്കിൽ വസ്തുവിന്മേലുണ്ടാകുന്ന ഇത്തരം തടസ്സങ്ങൾക്ക് വിനായക ചതുർത്ഥി ദിവസം ഉണ്ണിയപ്പ വഴിപാട് നടത്തുന്നത് ഉത്തമമാണ്. ഇനി ഉണ്ണിയപ്പ വഴിപാട് ഇതിന് മാത്രമല്ല, കാമദായകം എന്നാണ് പറയണത്. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എന്താണ് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളൊരു ആവശ്യം നമ്മുടെ മനസ്സിൽ കരുതിക്കൊണ്ട് ഉണ്ണിയപ്പ വഴിപാട് നടത്തുന്ന ഏറെ ഉത്തമമാണ്. അത് ആ ആഗ്രഹ സാധ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഭഗവാൻ ഉണ്ണിയപ്പം കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് ഏറ്റവും കുറഞ്ഞ പക്ഷം 108 ഉണ്ണിയപ്പമെങ്കിലും സമർപ്പിക്കണം എന്നുള്ളതാണ് വിധി. മോദക നിവേദ്യം, വിനായക ചതുർത്ഥി ദിവസം മോദക നിവേദ്യം കൊടുക്കുന്ന വീട് വയ്പുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങളൊക്കെ മാറാനും നമുക്ക് എന്തെങ്കിലും ശാപങ്ങളെ ഏറ്റിട്ടുണ്ടെങ്കിൽ ആ മുക്തി കൈവരുത്താനും ഈ മോദകം വഴിപാട് ചെയ്യുന്ന നല്ലതാണ്. 108 മോദകമെങ്കിലും ഒരു തവണ വഴിപാടായിട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ്. നെയ്വിളക്ക് സമർപ്പണം എന്ന് പറയുന്ന മറ്റൊരു വഴിപാടുണ്ട്. അതായത് നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നെയ്വിളക്ക് സമർപ്പിക്കല്ലേ, അത് വീട്ടിൽ നമ്മൾക്ക് ഈശ്വര സാന്നിധ്യം കുറഞ്ഞു വരിക, ഗണപതിയുടെ സാന്നിധ്യം കുറയുമ്പോൾ എന്താ പറ്റുക, തടസ്സങ്ങൾ ഏറി വരും. അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ ഒന്ന് അകറ്റാൻ വേണ്ടിയിട്ട് വിനായക ചതുർത്ഥി ദിവസം ഗണപതിക്ക് നെയ്വിളക്ക് തെളിയിക്കണം. പിന്നെ എല്ലാ മാസത്തിലെയും ചതുർത്ഥികളിൽ നെയ്വിളക്ക് തെളിയിച്ചു വന്നു. ഒരു കൊല്ലം അടുത്ത വിനായക ചതുർത്ഥി വരെ ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്ന നമ്മുടെ വീട്ടിലെ ഗണപതി വാസം കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ നേരിടുന്നു എന്നുള്ളവർക്കൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ദാമ്പത്യപരമായിട്ടുള്ള ഭദ്രതയ്ക്ക് വേണ്ടി കരിമ്പ് മാല ചാർത്തുന്നത് വളരെ നല്ലതാണ്. 28 മുട്ടുകൊണ്ട് കരിമ്പ് മാല കെട്ടി ഭഗവാന് ചാർത്തുക. ഇനി അത് കരിമ്പ് മാലയായിട്ട് സമർപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല, കരിമ്പ് മേടിച്ച് നടക്കി വെച്ചാൽ മതി. പലപ്പോഴും സ്ത്രീ പുരുഷന്മാർക്കുണ്ടാകുന്ന ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഈ കരിമ്പ് സമർപ്പണം വളരെ ഉത്തമമാണ്. അപ്പോൾ അതും നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ദിവസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്ന ഏറെ ഉത്തമമാണ്. ഈ നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ തൊട്ടടുത്ത് വരെ വന്നിട്ട് അതങ്ങ് മാറിപ്പോകുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് വെച്ച് ചായ നഷ്ടപ്പെട്ടു പോകുന്ന പോലെ ഈ ഭാഗ്യങ്ങൾ തട്ടിമാറിപ്പോകുന്നതിന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഈ ദിവസം മുതൽ, വിനായക ചതുർത്ഥി ദിവസം മുതൽ നടത്തി തുടങ്ങാം. ഒരു കൊല്ലം ഇത് ചതുർത്ഥി ഓർന്ന് നടത്തുക കേട്ടോ. ജഗന്മോഹന പുഷ്പാഞ്ജലി എന്ന് പറയുന്ന ഒരു പുഷ്പാഞ്ജലിന് ദമ്പതികളിലെ അനുരാഗം വർദ്ധിപ്പിക്കാൻ, അതായത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന അകൽച്ചയൊക്കെ മാറി വരാൻ വളരെ നല്ലതാണ്. അത് ജഗന്മോഹന ഗണപതി ഹോമം കഴിപ്പിക്കുന്നത് ഇതുപോലെ ഫലവത്താണ് കേട്ടോ. വളരെ ഗുണകരമാണ് ഈ വിനായക ചതുർത്ഥി ദിവസം ചെയ്യുന്നത് കേട്ടോ. ഋണവിമോചന പുഷ്പാഞ്ജലി എന്ന് പറയുന്ന പുഷ്പാഞ്ജലിയുണ്ട്. ഈ കടങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വിനായക ചതുർത്ഥി ദിവസം മുതൽ ചതുർത്ഥി ഓറും ചെയ്തു തുടങ്ങിക്കോളും. അത് കറുകപ്പുല്ല് കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. വിനായക ചതുർത്ഥി ദിവസം ഗണപതി ക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ ചെന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. വളരെ തിരക്കിലായിരിക്കും മേൽശാന്തിമാർ നിൽക്കണേ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടത്തി തരാൻ ചിലപ്പം കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ മുന്നേ കൂട്ടി ഇത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വിനായക ചതുർത്ഥി ദിവസം ചെല്ലുകയായിരിക്കും ഏറെ ഉത്തമം.
വിനായക ചതുർത്ഥി ദിവസം ഇളനീരഭിഷേകം കഴിപ്പിക്കുന്നത് നമ്മുടെ ബുദ്ധിവികാസത്തിനും കുട്ടികളുടെ പഠന മികവിന് ഏറെ ഉത്തമമാണ് കേട്ടോ. ഈ ദിവസം ഗണപതിയുടെ ഏലസുകൾ തയ്യാറാക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു ദിവസമാണ്. പൊതുവിൽ ഗണപതി യന്ത്രങ്ങൾ തയ്യാറാക്കുന്നത് വിനായക ചതുർത്ഥി ദിവസമാണ് കേട്ടോ. അത് മഹാഗണപതി യന്ത്രം, രക്തഗണപതി യന്ത്രം, ഋണമോചന ഗണപതി യന്ത്രം എന്നിങ്ങനെ പല ഭാവങ്ങളിലുണ്ട്. മഹാഗണപതി യന്ത്രം തയ്യാറാക്കുക എന്ന് പറയാൻ അത് പുറ്റുമണ്ണ ജലാധിവാസം, നൽപ്പാമരപ്പടി, പീഠപൂജ, മൂർത്തിപൂജ, കലശപൂജ, ഇങ്ങനെ ഒരു പ്രാണപ്രതിഷ്ഠ വരെ നീളുന്ന കുറേ ചടങ്ങുകളുണ്ട്. ഒരു ഗണപതി യന്ത്രം എന്നല്ല, ഏതൊരു യന്ത്രം തയ്യാറാക്കുന്നതിനും ഏകദേശം ഒരു മാസത്തോളം അടുപ്പിച്ച് വരുന്ന ആ കർമ്മങ്ങളാണ് ഒരു യന്ത്രത്തിന്മേൽ നടക്കുക. അതിന് തുടക്കം കുറിക്കാൻ ഏറ്റവും നല്ലത് ഈ വിനായക ചതുർത്ഥി ദിവസമാണ്. മഹാഗണപതി യന്ത്രം എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളെ നീക്കുമ്പോൾ രക്തഗണപതി യന്ത്രം ശത്രുക്കളാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് അവരുടെ ശത്രുദോഷങ്ങളൊക്കെ ഹനിക്കാൻ ഏറെ ഉത്തമമാണ്. ഹരിദ്ര ഗണപതി യന്ത്രം ധരിക്കുന്നത് രോഗശമനത്തിന് വളരെ ഉത്തമമാണ്. സിദ്ധിഗണപതി യന്ത്രം ഉപയോഗിക്കുന്നത് നമ്മുടെ ദൈവാധീനം വർദ്ധിച്ചു വരാനും നമ്മുടെ കാമനകളെ പൂർത്തീകരിക്കാനും വളരെ ഉത്തമമാണ്. ബുദ്ധിഗണപതി യന്ത്രം പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഉത്തമമാണ്. അവരുടെ ബുദ്ധിവികാസത്തിന് വളരെയധികം സ്വാധീനം ചെലുത്തുന്നതാണ്. ഋണമോചന യന്ത്രം എന്ന് പറയുന്ന ഗണപതി യന്ത്രമുണ്ട്. അത് കടവർദ്ധനവ്, കടങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നവർക്ക് നല്ലതാണ്. മാത്രമല്ല മറ്റൊരാൾക്ക് കടം വരാതിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ ഉത്തമമായിട്ടുള്ളതാണ് ഋണമോചന ഗണപതി യന്ത്രം. ബാലഗണപതി യന്ത്രം എന്ന് പറയുന്ന ഒരു ഗണപതി യന്ത്രമുണ്ട്. ഈ കുട്ടികളുടെ ബാലാരിഷ്ടത നിലനിൽക്കുമ്പോൾ ബാലഗണപതി യന്ത്രം തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്ന ഏറെ ഉത്തമമാണ്. ഇങ്ങനെ ഗണപതിയുടെ വിവിധങ്ങളായ ഭാവത്തിലുള്ള ഗണപതി യന്ത്രം ഈ ദിവസം തയ്യാർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിനായക ചതുർത്ഥി ദിവസം നമുക്ക് ഗണപതി ക്ഷേത്രത്തിലും അല്ലാതെ പൂജാമഠങ്ങളിലും ചെയ്യാവുന്ന കുറച്ച് വഴിപാട് കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളടുത്ത് പറഞ്ഞു തന്നത്. ഇത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് നടത്താൻ കഴിയാവുന്ന കാര്യങ്ങൾ നടത്തുക. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലത് നിങ്ങൾക്ക് നടത്താനൊന്നും കഴിയില്ല, നിങ്ങൾക്ക് അവിടെ സൗകര്യം ഇല്ലെങ്കിൽ അതിനുള്ള സഹായം ഇവിടെ ചെയ്തു തരുന്നതാണ്. അതിന് വേണ്ടിയിട്ട് അത്തരം പൂജാകർമ്മങ്ങൾക്കും ഹോമങ്ങൾക്കും വേണ്ടി ഇതിൽ കാണുന്ന വാട്സപ്പ്, ടെലിഗ്രാം നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പേര്, സ്ഥലം രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ ആവശ്യം അതിലൂടെ പറയുക. അപ്പോൾ അഡ്മിൻ നിങ്ങൾക്ക് വേണ്ടുന്ന മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ഒരു കാരണവശാലും ഇതിലേക്ക് നേരിട്ട് വിളിക്കരുത്. ഒട്ടേറെ പൂജാ തിരക്കുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ അതിനപ്പോൾ തന്നെ ഒരു മറുപടി നൽകുവാനോ സാധിച്ചു എന്ന് വരില്ല. സതേ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഗണപതി ഹോമവുമായി ബന്ധപ്പെട്ട പൂജകൾക്ക് മുന്നേ കൂട്ടി തന്നെ ബുക്ക് ചെയ്യണം. ഗണപതി ഹോമത്തിൻ്റെ അന്ന് രാവിലെ വിളിച്ച് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് തലേദിവസം തന്നെ പൂർത്തീകരിക്കണം. അതിന് മുമ്പുള്ള കാര്യങ്ങൾ തലേദിവസത്തിന് ഉള്ളിൽ തന്നെ അറിയിക്കണം എന്നുള്ളതും കൂടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന.